Happy birthday. Thank you so much. Thank you. ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, അതെ എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 12-നായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എത്ര വയസ്സായെന്നൊന്നും ചോദിക്കരുത്, പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. ഇന്നത്തെ ലഞ്ചും പിന്നെ ഒരു ചെറിയ പായസമൊക്കെ ഉണ്ട്. അപ്പോൾ പായസം ഇച്ചായൻ്റെ വകയാണേ. പിറന്നാളുകാരി ആയതുകൊണ്ട് അധിക നേരം അടുക്കളയിൽ ചിലവഴിക്കേണ്ട എന്ന് കരുതി. ഒപ്പം തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ചൈനീസ് ഐറ്റമാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് കമൻസിലൂടെയും ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ ആയിട്ട് അറിയിച്ചു, നിങ്ങളുടെ റെസിപ്പീസൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ അളവുകളും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഞങ്ങൾക്കത് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിപ്പി മാത്രമായിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് അളവുകളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡായിട്ട് അളവുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം കേട്ടോ. ആദ്യമേ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള അരി തിളപ്പിച്ച് ഊറ്റി വയ്ക്കുകയാണെങ്കിൽ അതൊന്ന് തണുത്ത് കിട്ടും ചോറ്. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടെക്സ്ചറിൽ ഫ്രൈഡ് റൈസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോറും മൈദയൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡീറ്റെയിൽ റെസിപ്പി വീഡിയോ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടില്ലേ, ഇച്ചാൻ്റെ വക ചെറിയ സർപ്രൈസൊക്കെ ഉണ്ടായിരുന്നു, ഒരു കേക്കും പിന്നെ അതുപോലെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സർപ്രൈസ് കൊടുക്കാനും അതേപോലെ തന്നെ കിട്ടാനും ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇച്ചാൻ എനിക്കൊരു സർപ്രൈസ് തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇച്ചാൻ്റെ ഫോണൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ. അതായത് ആ സർപ്രൈസ് പൊളിക്കാനും എനിക്കിഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇച്ചാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും അതുപോലെ ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് അവരാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇപ്പോൾ എല്ലാ സർപ്രൈസിനും ഒഴിവാക്കാൻ പറ്റാത്ത 2 ആൾക്കാരാണ് സൂരജ് മയൂര്. അപ്പോൾ അവരാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇച്ചാൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്, അല്ലാതെ റെസ്റ്റ് ചെയ്യാൻ വെച്ചൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്കിങ്ങനെ ചിക്കൻ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു 5 to 6 മിനിറ്റ് നേരം വരെ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് അതിങ്ങനെ കോരിയെടുക്കുന്നത്. നമ്മുടെ നാത്തൂൻസ് ഫാമിലിയിൽ ഏകദേശം 20,000 മെമ്പേഴ്സോളം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 25K എത്തുമ്പോൾ ഒരു ചെറിയൊരു ഗീവ് അവേ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നൽകാമെന്ന് കരുതി. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. അതേപോലെ തന്നെ നമ്മുടെ നാത്തൂൻസ് ഫാമിലിയിലെ ശാലിനി എന്നൊരു സബ്സ്ക്രൈബർ കുറേ നാളായി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീഡിയോയിൽ ഒരിക്കലെങ്കിലും എൻ്റെ പേര് പറഞ്ഞൊന്ന് ഹായ് പറയാമോ എന്ന്. അപ്പോൾ ശാലിനി ഇത്തവണ ഞങ്ങൾ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ശാലിനിക്കും ശാലിനിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ 2 നാത്തൂന്മാരുടെ വക ഹായ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഈ പറഞ്ഞ നേരം കൊണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടിയതാ കണ്ടോ. കോട്ടിംഗ് ഒന്നും ഒട്ടും തന്നെ വിട്ടു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ തന്നെ നമുക്ക്
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ചിക്കനും അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അരി ഓൾറെഡി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നീളൻ ബസ്മതി അരി ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അതേപോലെ തന്നെ ഊറ്റിയെടുക്കുന്ന രീതിയിൽ റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലത് വറ്റിച്ചുണ്ടാക്കുന്നതിനേക്കാളും. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ ഊറ്റിയെടുത്ത് വെച്ചിട്ട് തണുത്ത ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും അതിങ്ങനെ കൂടുതൽ പൊടിഞ്ഞു പോവാതിരിക്കാൻ നല്ലത്. ഊറ്റിയെടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അരിയുടെ വേവ് അതേപോലെ തന്നെ പ്രധാനമാണ്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റൈസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ ഉണ്ടാക്കിയ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലാതെ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചിക്കൻ കറി പോലെ ഒരുപാട് നേരം വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂട് കയറി ഒന്ന് വാടി വന്നാൽ മതി. അതേപോലെ തന്നെ സാധാരണ ഈ ചൈനീസ് വിഭവങ്ങളെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കടായിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമും അല്ല മീഡിയം ഫ്ലെയിമും അല്ല, അതിനിടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് എല്ലാം ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവുകൾ നമ്മുടെ അടുത്ത റെസിപ്പി വീഡിയോയിൽ പറയാം കേട്ടോ. അതേപോലെ നമ്മൾ ഈ ചില്ലി ചിക്കൻ്റെ അകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചില്ലി സോസിൻ്റെ എരിവും, അല്ലാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ശരിക്കും ഒരു ഒതൻറ്റിക് റെസിപ്പിയെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഇങ്ങനെ മുളക് പൊടിയൊന്നും ചില്ലി ചിക്കന് ചേർക്കാറില്ല കേട്ടോ. ചില്ലി ചിക്കൻ പോലെ തന്നെ എനിക്ക് കഴിക്കാനും അതേപോലെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വേറൊന്നാണ് ഹണി ഗ്ലേസ്ഡ് ഡ്രാഗൺ ചിക്കൻ. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഡ്രാഗൺ ചിക്കനൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതും ഒരു അടിപൊളി ചൈനീസ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചില്ലി ചിക്കൻ എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങൾക്കറിയാലോ ചില്ലി ചിക്കൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചാറ് പരുവത്തിലല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇനി ചിക്കൻ ചേർക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ അല്പം കോൺഫ്ലോർ കലക്കി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ അത് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചു, ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ചൊവയും ഒക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. എളുപ്പത്തിലുണ്ടാക്കാം അല്ലേ? ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ചില്ലി ചിക്കൻ്റെ കളറും ടെക്സ്ചറും ടേസ്റ്റും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സും കളറും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കടുത്ത് എന്ത് വേണം? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ആ ചിക്കൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള എണ്ണ ഞാൻ കളഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച എണ്ണ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ബാക്കിയിരുന്ന എണ്ണ ഞാൻ കളഞ്ഞു കേട്ടോ. ഒരിക്കൽ ചൂടാക്കിയ എണ്ണ തണുത്ത ശേഷം വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുറച്ച് എണ്ണ പോയി എന്ന് കരുതി അതൊരു നഷ്ടമാണെന്ന് വിചാരിക്കേണ്ട. ഇപ്പം എണ്ണയേക്കാളും നമുക്കെപ്പോഴും വലുത് നമ്മുടെ ആരോഗ്യം തന്നെയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ടയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും അത്യാവശ്യം ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചിക്കിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് തട്ടുകട സ്റ്റൈൽ ചിക്കൻ 65 ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തട്ടുകടയിലൊക്കെ 65 ഒക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന ചിക്കൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൈഡ് റൈസിലിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വറുത്ത് കഴിഞ്ഞ് വീണ്ടും ഈ സോസൊക്കെ ചേർത്ത് വഴറ്റാൻ വേണ്ടി മെനക്കെടുന്നില്ലെങ്കിൽ അത് നമുക്ക് ചിക്കൻ 65 ഫ്രൈഡ് റൈസ് ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൽ എപ്പോഴും അല്പം ക്യാരറ്റും ബീൻസൊക്കെ ഇടുവാണെങ്കിൽ പച്ചക്കറിയൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവുമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിലെല്ലാം തന്നെ ക്യാരറ്റും ബീൻസും എല്ലാം തന്നെ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ സ്പ്രിംഗ് ഓനിയനും സെലറിയൊക്കെ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് സോസും ചേർത്ത് കൊടുക്കാം. നമ്മളാകെ സോയാ സോസും ടൊമാറ്റോ സോസും മാത്രമാണ് കേട്ടോ ഫ്രൈഡ് റൈസിൽ ചേർക്കുന്നുള്ളൂ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ആ അരി കണ്ടോ ഒന്നിലേക്ക് തൊടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിൽ ആ ചോറൊന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്ക് റൈസ് കിട്ടും. അവസാനം നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ടകളും ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഫ്രൈഡ് റൈസ് ആയി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, എന്ത് സിമ്പിളാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അളവുകളോട് കൂടിയിട്ടുള്ള ആ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്തൊക്കെ വെക്കാമെന്ന് കരുതി കേട്ടോ. കാരണം ഞങ്ങൾ കുറേ നാളായി ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നേരത്തെ റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല പാത്രങ്ങളിലേക്ക് മാറ്റി അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് തംബ്നെയിലൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ വീട്ടിലെങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് പ്ലേറ്റിലേക്ക് ഇടും എന്നിട്ട് കഴിക്കും. അല്ല നമ്മളിങ്ങനെ ഗാർണിഷ് ചെയ്യാറൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ റെസിപ്പി വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഒരു പ്ലേറ്റിലേക്കൊക്കെ വെച്ച് അല്പം ഗാർണിഷ് ചെയ്ത് കുറച്ച് ഭംഗിയിലാക്കി കേട്ടോ. അപ്പോൾ ചില്ലി ചിക്കനെയും ഫ്രൈഡ് റൈസിൻ്റെയും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കുകയാണ്. എത്ര നേരം എന്ന് വെച്ചാൽ ഇത്രയും നല്ല സാധനം മുന്നിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ റൈസിൻ്റെയും ചിക്കൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറൊക്കെ കണ്ടല്ലോ അല്ലേ, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെ തന്നെയില്ലേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോഴും ഉണ്ടാക്കാം, അതേപോലെ തന്നെ വല്ലപ്പോഴൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാമല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഏത് ചൈനീസ് ഐറ്റം ആണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാതെ നമ്മുടേതായ ഒരു ഹെൽത്തി വെർഷനിലല്ലേ നമ്മളെപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത് തന്നെ വരുന്ന റെസിപ്പി വീഡിയോ നോക്കി ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പായസം ഉണ്ടാക്കി. ഞങ്ങളല്ല, ഇച്ചായനാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇച്ചായൻ സ്പെഷ്യൽ പിടിയും കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടിരുന്നോ നിങ്ങൾ? ഈസ്റ്റർ വിഭവമായിട്ട് ഇച്ചായൻ പിടിയും കോഴിക്കറിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചായൻ പറഞ്ഞു ഞാൻ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇച്ചായന് പൊതുവേ ഗോതമ്പ് പായസം, ശർക്കര പായസമൊക്കെയാണ് ഇഷ്ടം. എനിക്ക് നേരെ തിരിച്ചാൽ എനിക്ക് പാൽപ്പായസങ്ങളോടാണ് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ. അപ്പോൾ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇച്ചായൻ പാൽപ്പായസം എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഇച്ചായൻ ഇഷ്ടക്കുറവൊന്നുമില്ല, കുടിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ ഇഷ്ടം ശർക്കര ചേർത്തിട്ടുള്ള പായസമാണ്. അപ്പോൾ ആദ്യം തന്നെ സേമിയ ഒന്ന് ഇച്ചായൻ റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് സേമിയാണ് എങ്കിലും ഒന്നോടെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ ഞാനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, വീഡിയോ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഇച്ചായനാണെങ്കിലും ചേട്ടായി ആണെങ്കിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് അത്ര പെർഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ക്ഷമിക്കുക കേട്ടോ. പാല് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ പാലും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ആ പാല് കാച്ചാൻ വേണ്ടി വെച്ചത്. അപ്പോൾ പാല് അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ പാത്രം ചെറുതാണ് കേട്ടോ, ചിലപ്പോൾ ഈ സേമിയയും വെള്ളവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തികയില്ല കേട്ടോ എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞു പായസം കുറച്ചുകൂടെ വറ്റി കുറുകി കഴിയുമ്പോൾ ആ പാത്രത്തിൽ തികയാനുള്ളതുള്ളൂ, വേറെ പാത്രമൊന്നും എടുക്കണ്ടെന്ന് ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്താനും പോയില്ല, ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് സേമിയ വേവിക്കാം കേട്ടോ. അപ്പോൾ സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2 ലിറ്റർ പാലിന് 1 ലിറ്റർ വെള്ളം ചേർക്കുന്നതാണ് ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെടുത്ത പാല് അത്ര കൊഴുപ്പുള്ള പാലല്ലാതെ ഇരുന്നത് കൊണ്ട് 750 ml വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളത്തിലിട്ട് സേമിയ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇനി ഈ വേവിച്ച സേമിയയും ആ സേമിയ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടെ ഒരുമിച്ചാണ് നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്നത്. അതായത് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ സേമിയ വേവിക്കാൻ വേണ്ടി എടുത്തിട്ട് എന്നിട്ട് അതാണ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ വേവിച്ച സേമിയയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ആ പാത്രം ഇങ്ങനെ മെത്തിയിരിക്കുന്ന രീതിയിൽ തന്നെ ആയിട്ടോ പാല്. അപ്പോൾ ഇച്ചായൻ വിചാരിച്ചു ചിലപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ അതൊന്ന് അളവ് കുറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് അന്നേരം പാത്രം ഒന്നും മാറ്റിയില്ല. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1 കപ്പ് മാത്രം പഞ്ചസാര ചേർത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാൽ ഒന്ന് തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് മൊത്തം നിറഞ്ഞേനെ. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്നാൽ ഇനി
വേറെ പാത്രത്തിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സ്റ്റീൽ പാത്രത്തേക്ക് മാറ്റിയതാണ്. ഈ പാത്രത്തിലേക്ക് മാറ്റി. ഇതായിരുന്നു ശരിക്കും കറക്റ്റ് ആ പായസം ഉണ്ടാക്കാൻ പറ്റിയ പാത്രം എന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യം പാലൊഴിച്ചപ്പോൾ വിചാരിച്ചില്ല ഇത്രയ്ക്ക് പണിയാവുന്നത്. അതുകൊണ്ട് 2 പാത്രം എടുക്കേണ്ട വന്നു ശരിക്കും ആകെ 2 ലിറ്റർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ പായസം ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നതാണ് ആ സേമിയ പായസത്തിന് കൂടുതൽ രുചി നൽകുന്നത്. അപ്പോൾ കുറച്ച് ക്ഷമ വേണ്ട പണിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ പാട കെട്ടത്തില്ല. സാധാരണ നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാട കെട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് പാട കെട്ടത്തില്ല. പിന്നെ ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ ആ പാല് നന്നായിട്ട് തിളച്ച് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. അപ്പോൾ ചില ആൾക്കാർ ഏലക്കപ്പൊടി മാത്രമല്ല ചിലപ്പോൾ ചുക്കിൻ്റെ പൊടിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് സേമിയ പായസത്തിൽ ഏലക്കയുടെ ടേസ്റ്റ് മാത്രമാണ് കേട്ടോ ഇഷ്ടമുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ 2 പേരും പായസം ഇഷ്ടമുള്ളവരാണ്, മധുരം കഴിക്കുന്നവരാണ്. എങ്കിൽ പോലും ഒരു മീഡിയം പരുവം മധുരം മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അല്പാൽപമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് ആ മധുരത്തിൻ്റെ പാകം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെ വേണ്ടി വന്നു. കാരണം ഞങ്ങൾ 1 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തുള്ളൂ. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് അതേപോലെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഈ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒരു തിക്നെസ്സും നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്തത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. 1 കപ്പ് പഞ്ചസാര കൊണ്ട് 2 ലിറ്റർ പായസത്തിന് മധുരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിന് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്താം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തങ്ങടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ സേമിയ പായസത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇരിക്കുന്നതോട് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ കുറച്ചിങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് പായസം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഇത്തവണത്തെ പിറന്നാളും ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടെ തന്നെ ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ അല്ലെങ്കിൽ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.